ഇന്നേ നമുക്ക് സേവനവാരമാണ് കേട്ടോ. സേവനവാരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നല്ലതായിട്ട് തൂത്തുവാരിയിടുന്ന വരയ്ക്കുക. പക്ഷേ ഈ പൊടി ഇത്രയും പൊടി എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു പിടിയില്ല. അപ്പം എല്ലാവരും ഇന്ന് വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് എടുത്ത് മാറ്റി നല്ലപോലെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് തിരിച്ചു വെക്കാം. അപ്പോൾ രാവിലെ കുഞ്ഞിയുടെ ഒരു ട്രിപ്പ് പണി കഴിഞ്ഞ് അലമാരി സെറ്റി എല്ലാം നല്ലപോലെ തുടച്ചു. പോപ്പി എന്തോ പെയിൻറ്റിങ് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ടി വി സ്റ്റാൻഡിന്റെ കളർ അങ്ങ് മാറ്റിയേക്കാം. ഇങ്ങനെയാടേ കുളവാക്കുവോ? ആദ്യം കുറച്ച് നോക്കണം, ഇത് ശരിയാവുകയാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നോക്ക്, കുറച്ച് ഭാഗം അടിച്ചു നോക്കേ. രണ്ടുപേരുടെ പെയിന്റ് അടി മത്സരമാണോ? മത്സരമല്ല, അതിനടെ കട്ടിയായി വരുന്നില്ലേ? അത് 2 കോട്ട് അടിക്കണം, അല്ല പെയിന്റ് തികയത്തില്ല. അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണമായിരുന്നു കേട്ടോ. സൗണ്ട് കേൾക്കുന്ന എന്നാന്നറിയോ? അമ്പലത്തിന്റെ അവിടെ അമ്പലം പുതുക്കി പണിതോണ്ടിരിക്കുക, അതിന്റെ സൗണ്ട്. എന്നാ ഇനി ഇതെല്ലാം പെറുക്കി മാറ്റാൻ പറഞ്ഞോ? ഇതെല്ലാം പെറുക്കി മാറ്റിയിട്ട് തുടയ്ക്കാനല്ലോ പെയിന്റ് അടിക്കാൻ. തുടച്ചതെല്ലാം ഇതെല്ലാം പൊടിയെല്ലാം കളഞ്ഞിട്ട് വേണം അങ്ങോട്ട് അടിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫോട്ടോ എല്ലാം എടുത്ത് തുടച്ച് പെറുക്കി വെച്ചതായിരുന്നു. എന്നിട്ടും പൊടിയുണ്ട്. പൊടിയുണ്ട്. കുഞ്ഞിയുടെ ട്രോഫികളൊക്കെ കുഞ്ഞി പുറകെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതിനകത്തിനാ. എന്ത് ചെയ്യാ, കൊറേ മെഡലൊക്കെ കിട്ടിയേ. മെഡലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മറ്റേ പഴയ സ്കൂളിലായിരുന്നപ്പോഴത്തേക്ക്. രണ്ടുപേരും കൂടെ എന്നാ ചെയ്യുവാടേ, കുളിപ്പിച്ച് അവസാനം ടി വി സ്റ്റാൻഡ് കുളവാക്കുവോ? ഫുള്ളെടുത്ത് ക്ലീൻ ചെയ്യുവാണോ? ഫുള്ള് ക്ലീൻ ചെയ്യുവാണോ? ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, പെയിന്റിങ്. അപ്പോൾ കുഴപ്പമില്ല, നല്ലപോലെ ചെയ്യാം കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പരിപാടി. ഞങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി വേണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന സാധനമൊക്കെ വീണ്ടും വീണ്ടും സ്ഥലം മാറ്റിയൊക്കെ ഇട്ടോണ്ടിരിക്കുന്നല്ലേടാ. അതെ അതെ. പിന്നെ നിങ്ങളത് ക്ലീൻ ആക്കുമ്പോഴേക്കുവേ ഞാൻ നിലവിളക്കുകളെല്ലാം പെറുക്കി വെളിയിലിട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ചിട്ട് വരാവേ. വെയിലുള്ളതുകൊണ്ടോ? എന്തായി പോപ്പി, ഏതാ നല്ലത്? ബ്ലാക്ക് തന്നെ ആയിരിക്കും. കുറെ ചെടിയൊക്കെ പച്ചയൊക്കെ വരുമ്പോ നല്ലതായിരിക്കും കാണാൻ. ആര് വെക്കും ചെടി? അതൊക്കെ ഇരിക്കുന്നതൊക്കെ എടുത്തു വെക്കാം. എന്തോ മണി പ്ലാന്റ് വെക്കാനോ? കുപ്പി ഇരിക്കുന്നതൊക്കെ വെക്കാം. ഇതാരാ സൂപ്പർവൈസറോ? ചേട്ടാസിനെ കൊണ്ട് പണി എടുപ്പിക്കുക. പെട്ടെന്ന് തീർക്ക്. കുഞ്ഞുങ്ങളെ കുടിക്കോ? ഒരു ബ്രഷ് കൂടെ ഉണ്ടല്ലോ, രണ്ടുപേരുടെ പെട്ടെന്ന് തീരും. എന്നിട്ട് ഇതിന് ഉണങ്ങിയിട്ട് വേണ്ട ഇതെല്ലാം പെറുക്കി കയറ്റി വെക്കാൻ. എൻ്റെ ഇനി ഒരു റൂമും കൂടെ ഉണ്ട് അതൊക്കെ. പോപ്പി പെയിന്റ് എല്ലാം അടിച്ച് കുളവാക്കിയോ പോപ്പി? ദൂരെ നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, അടുത്ത് പോയി അങ്ങനെ അങ്ങ് നോക്കാതിരുന്നാ മതി. അത് എന്നാ പറ്റി അറിയാവോ? പെയിന്റ് അങ്ങ് തീർന്നു പോയി. അല്ലേ അടിച്ചാ പെയിന്റ് തീർന്നു പോയി. അപ്പൊ പകുതി കൊണ്ട് തീർന്നിടം കൊണ്ട് നിർത്തിയ പരിപാടി. ഇനി പെയിന്റ് മേടിച്ചിട്ട് അടിക്കണമെന്ന് തോന്നുന്നു. ഇനി കഴിച്ചേക്കാല്ലേ, അടുത്തു 3 മണിയാവാറായി. ആണോ? എന്നാ പിന്നെ ഇന്നത്തെ പണിക്കൂലിയായിട്ട് ഉച്ചക്കൊരു ഓംപ്ലേറ്റ്. ഉച്ചയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇനി. അല്ലെങ്കിൽ 5 എണ്ണം. ഇന്ന് പണിയെടുത്തോണ്ട് 1 എണ്ണം പോരെ? കഴിച്ചേക്കാം. വിളിച്ചോണ്ടോ എല്ലാരെ. വേനൽക്കാലമായി കഴിഞ്ഞാലേ നമ്മുടെ ഏലത്തോട്ടത്തിൻ്റെ എല്ലാം മേളുവശം ഇതുപോലെ ഫുള്ളായിട്ട് തണലില്ലാത്ത ഭാഗങ്ങളെല്ലാം പച്ചവല വലിച്ച് കെട്ടും. നമ്മളെയും കുറേ കെട്ടാനുണ്ട്. അതുകൊണ്ട് നേരെ സ്ഥലത്താണ് കിട്ടിയേക്കുന്നതെന്ന് കണ്ടോ. പക്ഷെ വെയിൽ അടിക്കത്തില്ലേ? അപ്പം വെയിലടിക്കും, ചൂട് കുറവായിരിക്കും ഇതിനടിയിൽ. ഇനിയിപ്പോ എന്നാ പരിപാടി? ക്ലീനിങ് എല്ലാം കഴിഞ്ഞില്ലേ? തറ തുടയ്ക്കാനുണ്ട്, എല്ലാം തൂത്തുവാരി. പോപ്പി ടി വി സ്റ്റാൻഡ് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടോ? കറുത്ത കളറോ? കറുത്ത കളറാക്കി. അത് ഒരു ഡിസൈൻ ആയിരുന്നു. ഓരോരോ പരിപാടി ഒപ്പിക്കും. ദൂരെ നോക്കുമ്പോ കുഴപ്പമില്ല. അതെ, അടുത്ത് വന്ന് നോക്കാതിരുന്ന. നമ്മളെ ഈ ചിപ്സ് അയക്കുന്നതെല്ലാം പൊടിഞ്ഞു പോവാന്ന് ഒരു പരാതി. അപ്പൊ ചിപ്സ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മള് പാക്ക് ചെയ്തിട്ട് നമ്മൾ അയക്കുമ്പോഴത്തേക്കിനും ഇത് എങ്ങനെയാണേലും അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിനും കുറേ എല്ലാം പൊടിയാവും. പോസ്റ്റലല്ല അയക്കുന്നത്. അല്ലെ പിന്നെ ഇനി പാക്കിങ്ങിൻ്റെ എന്തെങ്കിലും. അതിന് പോപ്പി കഴിഞ്ഞ ദിവസം ഒരു മാർഗം കണ്ടുപിടിച്ച എയർ പാക്കറ്റിനകത്ത് എയർ നിർത്തി തന്നെ ലേസ് പാക്ക് ചെയ്യുന്നത് പോലെ. അത് എന്നിട്ട് കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അത് അയച്ചവരോടൊക്കെ ചോദിച്ചിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ അയക്കാം. വേറെ കുഴപ്പം, അര കിലോ അയക്കണമെങ്കിൽ 1 കിലോയുടെ പാക്കറ്റ് വേണം. എയർ അത്രയും നിർത്തി അയക്കണമെങ്കിൽ. നമ്മുടെ മുളകെല്ലാം കൂടെ ഒന്ന്
മുളക് പൊടിക്കണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഷോപ്പിങ്ങിനായിരുന്നു ഞങ്ങളും കൂടെ വരായിരുന്നു. ഷോപ്പിങ്ങിനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെ പോകാം. നാളെ ചന്തയുണ്ടല്ലോ. ഞാൻ ഇന്ന് പോയിട്ട് നാളെ പോയാലും മതിയല്ലോ സാധനമെല്ലാം വാങ്ങിക്കാൻ. എനിക്കല്ലാതെ പോകാൻ 1-2 ഓഫീസുകളിൽ പോകാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. ഈടെ ഇവരെല്ലാം കൂടെ ഊരിയിട്ടിട്ട് ഇത് ആണ്ട വണ്ടിയുടെ ഒരു വീലിനിട്ട് കാണാനില്ല ഇപ്പം. എവിടെയാ പോടാ വീൽ ബോൾട്ട്? നിങ്ങളല്ലേ ഇതെല്ലാം ഊരിയിട്ട് മുറുക്കിയിട്ടേ കേറ്റിട്ട് ടൈറ്റ് ആക്കിയപ്പോ 5 എണ്ണം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കി പൂർണ്ണം കാണുന്നു. എങ്ങനെ നീയല്ലേ മുറുക്കിയത്? ഞാൻ അപ്പോഴേ പറഞ്ഞാണേ നല്ലപോലെ എല്ലാ ദിവസവും ഇനി വീലിനിട്ടോ നോക്കിയിട്ട് വേണം. നോക്കിയിട്ട് വേണം. ഒരെണ്ണം ഇല്ലാത്തുള്ളൂ. വണ്ടി നോക്കുമ്പോ എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഒരു ചെറുപ്പം. അതാ പറഞ്ഞേ, നീ അല്ലേ രാവിലെ എഴുന്നേറ്റ് നോക്കുന്നേ. അതെ, നീ ഇന്ന് തന്നെ നോക്കാൻ നോക്കിയപ്പോ കണ്ടില്ല. ഞാനേ പോകാന്നും പറഞ്ഞിറങ്ങിയപ്പം അടുത്ത പണിയായിട്ട് വന്ന കണ്ടോ ഇതുണ്ടല്ലോ. എല്ലാരും കൂടെ കൂടുവാണെങ്കിൽ പെട്ടെന്ന് തീരും. ഇത് ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച ഞാനേ സാറാമ്മയുടെ അടുത്ത് പോയപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഗ്രാമ്പൂ പറിച്ചു വെച്ചേക്കുക. ആരുമില്ല, സാറാമ്മ തന്നെ ഇരുന്ന് ഞെട്ടടത്തി എല്ലാം വലിയ പണിയല്ലേ ഗ്രാമ്പൂന്റെ. ഞാൻ എന്നായിരുന്നു ചോദിച്ചാൽ ഞാനും കൂടെ പോയി കൂടി. ഞാൻ ചെന്ന് കൂടിയ പുറകെ ഹിന്ദിക്കാരൻ വന്നു. പിന്നെ അന്നേരം അടുത്തടുത്ത് 1-2 പേരെല്ലാം കൂടെ വന്നിരുന്നു. മൊത്തം തീർത്തു. ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോഴേ ഇതുപോലെ തന്നെ സാറാമ്മ ഇതുപോലെ ഒരു കുറേ ഗ്രാമ്പുമായിട്ടിരിക്കുക, ആരുമില്ല. ഞാൻ ചോദിച്ചു എല്ലാവരും എന്ത് ചെയ്യും? അതിലേക്ക് ആൾക്കാർ നടപ്പുണ്ട്, ആരും കണ്ടില്ല. ഞാൻ അവിടെ പോയി ഞാനിരുന്ന് കൂടി. ഞാൻ കൂടി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ വന്നു. പിന്നെ പെട്ടെന്ന് ഒരുക്കി തീർത്തു. ഏത് പണിക്കാണേലും ആൾക്കാർ എല്ലാവരും കൂടെ കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയും, മടുപ്പും തോന്നത്തില്ല. 3-4 പേരുണ്ടെങ്കിൽ പടപടാൻ തീരും തന്നെ കഴിയുമ്പോൾ. ഏതായാലും ഞാൻ ഇരുന്നുകൊണ്ട് ഇന്നലെ മൊത്തം തീർത്തു. സാറാമ്മ പറഞ്ഞു ഇനി പറിക്കുമ്പോൾ വിളിക്കാം. നമ്മളവർക്ക് ഗ്രാമ്പൂ ഒക്കെ കാണുമ്പോൾ എളുപ്പമാണല്ലോ. എന്ന് പറഞ്ഞാൽ ഈ വാളംപുളിയുടെ കാര്യമോ, ഇത് പുളി പറിക്കുന്നത് ഏറ്റവും വലിയ പണി. അത് കഴിഞ്ഞ് അത് അല്ല തൊണ്ട് പൊട്ടിക്കുന്നതേ, തൊണ്ട് അതിലോട്ട് ഇടിച്ചു പൊട്ടിച്ച് അതിലോട്ട് തന്നെ പറ്റി പിടിച്ചിരിക്കും. പൊട്ടിച്ചെടുക്കുന്നതും ആഹാ കൊള്ളാലോ. പിന്നെ അതിൻ്റെ കുരു കുത്തിയെടുക്കണം. എന്തൊക്കെ പണിയാ. ഓരോ സാധനത്തിൻ്റെ വില കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കല്ലോ, അയ്യോ ഇതിന് ഇത്രയും വിലയോന്നാ. പക്ഷെ അതങ്ങനെ ആയി കിട്ടണമെങ്കിൽ എത്ര പേരുടെ കഷ്ടപ്പാടാ. ശരി, എത്ര കൈമറിഞ്ഞ സാധനമായി വരുന്നല്ലേ. അതെ, ഇതൊന്നും നമ്മൾ കഴിക്കുമ്പോൾ ആലോചിക്കുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ച മുളക് പൊടിച്ചത് എത്ര നാളിരുന്നല്ലേ? 9 മാസം ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യത്തെ ഇനി 6 മാസം കിട്ടുമോ? ഇത് എത്ര കിലോ? 2 കിലോ അല്ലേ ഇത്? 2 കിലോ. അത് 6 മാസമൊന്നും കാണുമല്ല. ഇത് മറ്റേ പിരിയമുളക് മാത്രമായതുകൊണ്ടേ എരിവില്ലല്ലോ ഇതിന്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരും മിക്കവാറും. പണിയെല്ലാം കഴിഞ്ഞേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് വിശക്കാൻ തുടങ്ങി. നമുക്കെന്ന് 2-3 ഏത്തക്ക ബോളി ഉണ്ടാക്കാൻ നോക്കിയപ്പം ഏത്തക്ക നല്ല പഴുത്ത് ഇരിക്കുന്നു. എന്തായാലും പണി കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് ഏത്തക്ക ബോളി ചായ 6 വകയാ? അമ്മയുടെ വക. ആണോ? ഇപ്പൊ ബോളി 6 വകയാ? കുഞ്ഞിയുടെ വകയാണോ? അതെ. ചേട്ടാച്ചനോട് ചായ വെക്കാന്ന് ചോദിച്ചേ. ബോളി നല്ല സെറ്റാണല്ലോ. ബോളിക്ക് ഇച്ചിരി വലിപ്പമുണ്ട്. 2ആയിട്ടാ മുറിച്ചിട്ടുള്ള കായേ. അത് മതി. ഒത്തിരി സമയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനേ മടുത്തില്ലേ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കാം. രാത്രി എന്താ കുഞ്ഞ് കഴിക്കാൻ? രാത്രി അറിയത്തില്ല. ചോറിരിപ്പുണ്ട്. ചോറിൻ്റെ കൂടത്തിൽ നമ്മൾ കുഞ്ഞിയുടെ മറ്റേ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കിയാലോ? മുരിങ്ങക്കായും തക്കാളി ഇട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് മുരിങ്ങക്കായ ഇരിപ്പില്ലേ, അതും തക്കാളിയും കൂടെ വെച്ചങ്ങ് ഉണ്ടാക്കിയാൽ. തക്കാളി ഇരിപ്പുണ്ട്, നമ്മുടെ വരച്ച തക്കാളി ഉണ്ട് കുറച്ച്. അതാവട്ടെ, ചായ വെക്കാം അപ്പോഴേക്ക്. എന്തോ ബോളിയൊക്കെ ആയിട്ടുണ്ട്. എന്തേ ചായയുമായി. ചേട്ടാച്ചന് ചായ വേണ്ടെന്ന് പറഞ്ഞു. അവനിപ്പോ ഓട്സ് ഉണ്ടാക്കി കഴിച്ചെന്ന്. ഞാൻ കുളിക്കാൻ പോയ സമയത്തെ അവൻ വിശന്നപ്പോ അവൻ ഓട്സ് ഉണ്ടാക്കി കഴിച്ചു. അവന് ഉച്ചയ്ക്കുള്ള 2 എടുത്ത് വെച്ചിട്ട് കഴിച്ചോ ചോദിക്കാൻ വരുമായിരുന്നു. എടുത്ത് വെച്ചോന്ന്. എടുത്ത് വെച്ചില്ല, അതിനകത്തുനിന്ന് അങ്ങ് എടുത്ത്. അല്ല, ഇതിൽ നിന്ന് എടുത്ത് വെക്കാം, കുറച്ചുകൂടെ ചൂടായിരിക്കും. അത് തണുത്തു. കഴിച്ചോ? കഴിച്ചേക്കാം. അമ്മയും കൂടോ?
ഞാൻ വരാം. അവൻ അവിടെ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചല്ലോടാ. ചെടിച്ചട്ടി ഒരെണ്ണം താഴെ വീണ സൗണ്ട് ഞാൻ കേട്ടല്ലോ. അത് ഒരു വണ്ട് വന്ന് ഇടിച്ചിട്ട് പോയി. വണ്ടിനിട്ട് ചെരുപ്പ് ഊരി ഒറ്റ ഏറെറിഞ്ഞ ചെടിച്ചട്ടിക്കിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കട്ടെ, ചട്ടി പൊട്ടിയോ. ചട്ടിക്കൊന്നും പൊട്ടിയില്ല, ചെടിയൊന്നും മറിഞ്ഞതേ ഉള്ളൂ. ഞാൻ വന്ന് താഴെ വീണു. നോക്കിട്ട് ബാക്കി ഞാൻ പറയാം. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ടി വി സ്റ്റാൻഡൊക്കെ പെയിന്റ് അടിച്ച് കുളമാക്കിയിട്ടുണ്ട്. ശരിയാവോ നോക്കിയത് അടിച്ചത് മാത്രം ശരിയായി, ബാക്കി അടിച്ചൊന്നും ശരിയായില്ല. അച്ചമ്മച്ചി നാട്ടിൽ പോയിട്ടുണ്ട്. ഇനി ഞാനും അച്ഛനും കൂടെ നാളെ പോയി അച്ചമ്മച്ചിനെയും ചാച്ചനെയും അമ്മച്ചീനെയും കൂടെ കൊണ്ടുവരണം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.